പിന്നെ നൈറ്റിലൊക്കെ വന്ന് ചേർന്നിരിക്കുകയാണ് കേട്ടോ. ബിഗ് ബൗളിൽ നിന്നാണ് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഈ പാക്കേജിങ്ങിൽ നമ്മുടെ ഫുഡ്, നൈറ്റ് ഫുഡ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കണേ. ഇപ്പം ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം ഞാൻ പറയണില്ല, കാരണം വിശന്നിട്ട് പാടില്ല. ആദ്യം നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നിട്ട് പതുക്കെ എല്ലാം പറയാം കേട്ടോ. നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് ആസ് യൂഷ്വൽ വെജ് ഫ്രൈ റൈസ് ആണ് കേട്ടോ. ഒരു വെജ് ഫ്രൈ റൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ മഞ്ചൂരിയൻ ബൗള്. ഈ ചിക്കൻ മഞ്ചൂരിയൻ ബൗളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിന് കോംബോ ആയിട്ട് റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹക്ക നൂഡിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ഹക്ക നൂഡിൽസ് ആണ്. എന്തായാലും ഒരു വെജ് ഫ്രൈ റൈസ് നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ റൈസ് എനിവേ ഞാൻ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കൊടുക്കും വന്നാലും. അപ്പോൾ 2 ഐറ്റം ട്രൈ ചെയ്യാലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ സൊമാറ്റോന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മൾ റേറ്റിംഗ്സ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. സിമ്പിൾ പാക്കിംഗ് ആണ് കേട്ടോ, സുഖമായിട്ട് നമുക്ക് തുറക്കാം. എനിക്ക് നല്ല കവർ നല്ല ഇഷ്ടമായി. ഇതിലെന്താ എഴുതിയുണ്ടല്ലോ, ബിയോണ്ട് വേൾഡ്സ്, ബിയോണ്ട് ഹങ്കർ, 1 ബിഗ് ബൗൾ. സൂപ്പർ അല്ലേ, നല്ല ക്യാപ്ഷൻ. ബിഗ് ഓൺ ടേസ്റ്റ്, ബിഗ് ഓൺ വാല്യൂ. അപ്പം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ ബിഗ് ഓൺ വാല്യൂ ആയിരിക്കുമെന്ന്. പിന്നെ ഇവരെന്തോ സ്കാൻ ആൻഡ് ഗെറ്റ് എ ചാൻസ് ടു വിൻ, ഒരു ഫുഡ് വൗച്ചറൊക്കെ ഉണ്ട് കേട്ടോ. 500 രൂപയുള്ള ഫുഡ് വൗച്ചറൊക്കെ എന്തോ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫുഡ് അഗെയിൻ ബൗൾസിൽ തന്നെയാണ് സെർവ് ചെയ്തേക്കണേ. 2 ബൗളുണ്ട്, ഒരു ഫോക്കും ഉണ്ട്, ഒരു സ്പൂണും ഉണ്ട്. സൂപ്പർ. ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ബൗൾ. അപ്പം അതിന് നമുക്ക് ഫോക്ക് എടുക്കാം, കാരണം കുത്തിയൊക്കെ കഴിക്കേണ്ടതല്ലേ ചിക്കൻ. പിന്നെ ഇത് നമ്മുടെ വെജാണ് കേട്ടോ. അപ്പം ആദ്യം എന്താ ചെയ്യണ്ടേ? വെജ് ചെയ്യട്ടെ ആദ്യമായിട്ടാ? വെജ് ട്രൈ ചെയ്യാം. എന്തായാലും 2 എനിക്ക് തന്നെയാണ്. നമ്മുടെ കത്തി എടുക്കണമായിരുന്നു. കുഴപ്പമില്ല, ഇത് സിമ്പിളാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ മെൻഷനിങ്ങും നന്നായിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വെജ് ഫ്രൈ റൈസ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് ഇതിലേ. ഞാൻ ഈ വെജ് ഫ്രൈ റൈസ് ഓർഡർ ചെയ്തപ്പോൾ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ബീൻസ് ഉണ്ട്, ബേബി കോൺ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ടോസ്റ്റഡ് വിത്ത് ക്യാരറ്റാണ്. അപ്പം ഇതിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഇതിൽ ബേബി കോൺ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില സ്ഥലത്ത് ഇത് പറഞ്ഞാലും കോൺസ് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ നോക്കട്ടെ. കോൺസ് ഉണ്ട് കേട്ടോ, ബേബി കോൺസ്. ഇതാ അവരിട്ടിട്ടുണ്ട് ഇതിൽ. ക്യാരറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്കിത് ലുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ നാളേരപ്പാലിൽ ഇട്ട റൈസാണെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ സ്മെല്ലും വരുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. റൈസ് കുറച്ച് ക്രഞ്ചിനെസ് പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നിറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. ഈ ബൗള് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ വലിയ ഓയിൽ കണ്ടന്റ് ഇല്ല. റൈസ് നല്ല നോൺ സ്റ്റിക്കി തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ ഒരു ആവറേജ് വെജിറ്റബിൾ ഫ്രൈ റൈസ്, അങ്ങനെയാണ് നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. മറ്റേ 1 ടൈം ഒക്കെ കഴിക്കാം, നോർമൽ വെജിറ്റബിൾ ഫ്രൈ റൈസ്. അപ്പോൾ കോൺസ് ആണ് അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത ഇവിടുത്തെ. പിന്നെ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ റൈസിൻ്റെ റിവ്യൂ. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഹക്ക നൂഡിൽസ് ആണ് കേട്ടോ. ചിക്കൻ ഇവർ പറയണത് എന്താണ്, ചിക്കൻ മഞ്ചൂരിയൻ ബോളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ ആയിരിക്കും. മഞ്ചൂരിയൻ രീതിയിൽ ചിക്കൻ ചെയ്തിട്ട് ഉണ്ടാവണം. പിന്നെ ഇത് ന്യൂഡിൽസ് മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബൗളിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കുന്നത്. ക്ഷമയില്ല, കാരണം അത്രയും വിശന്നിരിക്കുകയാണ്. ഹോട്ട്നെസ് ഉണ്ട് കേട്ടോ, കണ്ടന്റ് നല്ല ഹോട്ടാണ്.
പിന്നെ അവർ വേഗം ഡെലിവറിയും വേഗം ആക്കി കേട്ടോ, ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ. ഇത് കാണുമ്പോൾ തന്നെ നോക്കിയേ, നല്ല രസമല്ലേ? രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ചിക്കൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ട്, നോക്കിയേ, ക്യാരറ്റും ഒനിയനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ചിക്കൻ ട്രൈ ചെയ്യാം അല്ലേ? ചിക്കൻ ഒരെണ്ണം നമുക്ക് ഈ ഫോക്ക് കൊണ്ട് കുത്തിയെടുത്ത് നോക്കാം. മഞ്ചൂരിയൻ ബോളാണ്. അപ്പോൾ ഇവര് എങ്ങനെയാണ് ഇത് ചെയ്യണേ നോക്കട്ടെ. കിട്ടണമെങ്കിൽ അത് മുങ്ങി മുങ്ങി പോവാണല്ലോ. ഇതൊരു പെപ്പറി, ക്ലാസിക് പെപ്പറി ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നല്ല ചൂടും ചിക്കൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, നല്ല ടേസ്റ്റ്. അവർ പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട് കഴിക്കാൻ. എനിക്ക് തോന്നുന്നു ഇവരൊരു സോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മഞ്ചൂരിയൻ സോസാണ് ഇതിൽ മിക്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സോസ് ഫ്ലേവർ ആയിരിക്കാം, ആ സോസ് ആയിരിക്കാം ഇത്. ഇതിൽ മുക്കിയിട്ടൊന്ന് നമുക്ക് നമ്മുടെ ഈ നൂഡിൽസ് ഒന്ന് കഴിച്ചു നോക്കാം. അത് നൂഡിൽസ് എടുക്കുക, ഡിപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഓവർ സ്പൈസിനെസ് ഇല്ല കേട്ടോ. എനിക്ക് വെജ് ഫ്രൈഡ് റൈസിനേക്കാളും കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടത്. സൂപ്പർ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്, ഒനിയനുണ്ട്, ചാച്ചാടി പോലെ പിടുത്തം കിട്ടണില്ല. ഇത് സോസിൽ ഇങ്ങനെ കിടക്കുക. നല്ല ചൂടും. ശരിക്കും ഇതൊരു നല്ലൊരു പെർഫെക്റ്റ് മഞ്ചൂരിയൻ ബോളാണ് കേട്ടോ. കാരണം ഒനിയൻ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, നല്ലൊരു പെപ്പർ സ്പൈസും ആണ്. പറഞ്ഞ പോലെ തന്നെ മഞ്ചൂരിയൻ സോസാണ്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കായിരുന്നു, അത് തന്നെയല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ലുക്ക് വൈസ് ആയാലും കണ്ടന്റ് വൈസ് ആയാലും അതാണ് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടത്. കണ്ടന്റ് രണ്ടിലും നല്ല നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വയറും നിറയും മനസ്സും നിറയും അല്ലേ? നമുക്ക് ആ പ്രസന്റേഷൻ, ആ നിറഞ്ഞ ബൗൾസ് കാണുമ്പോൾ തന്നെ പകുതി നമ്മുടെ മനസ്സും വിശപ്പും മാറുന്ന പോലെയുണ്ട്. ചിക്കൻ ഒരെണ്ണം കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചിക്കൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഈ മഞ്ചൂരിയൻ കഴിക്കുന്ന സമയത്തെ ഓവറായിട്ട് ഇതിന് പുറത്തൊക്കെ ഒരു ഫ്രൈഡിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടാവും. പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല. നല്ല കറക്റ്റ് ഒരു നമ്മൾ ചിക്കൻ പീസ് കഴിക്കണ പോലെ തന്നെയുണ്ട്. ചിക്കൻ തന്നെയാണ്. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇവർ വേറെ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല. എനിക്കത് ബേസിക്കലി എനിക്കിഷ്ടമല്ല. അത് ഭയങ്കര ഒരു ഓയിലി ആയിട്ടൊക്കെ എനിക്ക് തോന്നും. ഇത് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. ഇനി ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഹക്ക നൂഡിൽസ് നിങ്ങളൊന്ന് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് രണ്ട് ഈ കോംബോ നന്നായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ചിക്കനും ഉണ്ട്, നൂഡിൽസും ഉണ്ട്. രണ്ടും നന്നായിട്ട് പെട്ടെന്ന് വയറും നല്ല ഫില്ലാവും. ചിക്കൻ സ്പൈസിയും അല്ല, ചിക്കൻ കിട്ടും ചെയ്യും. നല്ല ജ്യൂസിയും പോലെ നമുക്കൊരു ഫീൽ ഉണ്ട്. ഇതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് മെയിൻലി. ഇത് റൈസും കിട്ടും, ഇതിന് ഹക്ക നൂഡിൽസും കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്നിവിടെ ചൂസ് ചെയ്തത് നൂഡിൽസ് ആണെന്നുള്ളൂ. ആണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ റൈസും കിട്ടും കേട്ടോ. പക്ഷേ ഇതൊട്ടും ഞാനൊരു റിസ്ക്കാണ് എടുത്തത് ശരിക്കും. കാരണം എനിക്കങ്ങനെ ഞാൻ അധികം നൂഡിൽസ് കഴിക്കാറില്ല. പക്ഷേ ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്നിട്ട് ശരിക്കും ഫിനിഷിങ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫീല് പറയാം കേട്ടോ. ഞാനത് കഴിക്കാൻ പോകും. ഇപ്പോഴാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മൾ ഓർഡർ ചെയ്തത് 2 ഐറ്റമാണ്. വെജ് ഫ്രൈഡ് റൈസ് അത് ഇന്ന് ഇട്ടിരുന്നത് 259 ആണ് അതിന്റെ പ്രൈസ്. നമ്മുടെ ഓഫർ 129 ആണ് കേട്ടോ പ്രൈസ്, ഓഫർ പ്രൈസ്. അപ്പം അത് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ ബൗള് എൻ്റെ ആക്ച്വൽ പ്രൈസ് 319 ആണ്, 319. ഇന്ന് നമുക്കത് 149 ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ റെസ്റ്റോറൻറ്റ് ആൻഡ് പാക്കിംഗ് ചാർജും കൂടെ വന്നിട്ടുണ്ട്. അതൊരു 36.14 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 315.03, 315 രൂപ. അതാണ് പിന്നെ ശിഷ്ടം. അപ്പോൾ ഇതാണ് 315 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ ബിഗ് ബൗൾ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായ ചാർജ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് സൊമാറ്റോ ആണ്. അപ്പോൾ സൊമാറ്റോയിൽ വരണ സൊമാറ്റോയുടെ ചാർജ് ഇത് രണ്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
നമുക്ക് തന്നിട്ടുള്ള ബില്ലിൽ ഈ 315 ചാർജ് ഉണ്ടായുള്ളൂ. അതായത് റെസ്റ്റോറൻറ്റിൻ്റെ അവർ ബില്ല് ചെയ്യുന്ന ചാർജ്. ഇനി ഇൻ അഡീഷൻ ആയിട്ട് വന്ന ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ വന്നത് 34.46 ആണ്, അറൗണ്ട് ഒരു 35 റുപ്പീസ്. അത് സൊമാറ്റോയുടെ ചാർജാണ്. അതിൻ്റെ ഒരു ഞാൻ അതിലെ ഡിവിഷൻസ് പറയാം കേട്ടോ. അതിൽ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് 12.50, പിന്നെ ഫീഡിങ് ഇന്ത്യ ഡൊണേഷൻ ആയിട്ടൊരു 3 റുപ്പീസ്, പിന്നെ GST 17.96. പിന്നെ നമുക്കൊരു 1 റുപ്പീസ് അതിലെന്തൊരു ഗോൾഡ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. 3 months നമുക്ക് ഡെലിവറി ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിനൊരു 1 റുപ്പീസ്. അപ്പോൾ അതെല്ലാം ചേർത്തൊരു 34.46, അറൗണ്ട് 35. അപ്പോൾ നമ്മൾ ടോട്ടൽ പേ ചെയ്തത് 345.60. അതാണ് നമ്മളുടെ ഇന്നത്തെ നൈറ്റ് ഫുഡിന് വന്ന എക്സ്പെൻസസ്. പിന്നെ റിവ്യൂ പറയാനാണെങ്കിൽ വെജ് ഫ്രൈഡ് റൈസ് എനിക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയത്. അത് കഴിച്ചു. പിന്നെ ഹക്ക നൂഡിൽസ് ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ട്രൈ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് സ്പൈസി അല്ല, ചിക്കൻ പെപ്പർ ഫ്ലേവറൊക്കെ ഉണ്ടെന്ന്, അധികം അത് ഉണ്ടെന്ന് നമുക്ക് തോന്നൂല. നല്ല സോസിയാണ്, ജ്യൂസിയാണ്, നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാനായിട്ട് പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഫുഡിൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ എന്തെങ്കിലും റെക്കമെൻഡ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ. നല്ല നല്ല ഇടങ്ങളും നല്ല നല്ല രുചികളും ഇങ്ങനെ തേടി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചിൽഡ്രൻസ് ടേക്ക് കെയർ. ജിങ്ക